സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർക്ക് ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക. ഒരു ഭാഗ്യപരീക്ഷണത്തിനുള്ള അവസരമായി ഇതിനെ കാണരുത്. ചെറിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും സുരക്ഷിത ഇടങ്ങളിൽ ഈ സമയം കഴിച്ചുകൂട്ടുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനാകൂ. അനാവശ്യ യാത്രകൾ ഒഴിവാക്കിയും വെള്ളക്കെട്ടിൽ ഇറങ്ങാതെയുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രതയോടെ ഈ പെരുമഴ പെയ്ത്തിനെ, ദുരന്ത സമയത്തെ മറികടക്കാം. എന്തൊക്കെയാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്നതെന്ന് നോക്കിയാൽ, സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. അതിശക്തമായ മഴ തുടരും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. ഇതോടൊപ്പം ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായ മഴ ലഭിച്ചപ്പോൾ പോലും ഓറഞ്ച് അലർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടാണ്, അതിതീവ്ര മഴ ഉണ്ടാകില്ല എന്ന ഒരു മനോഭാവത്തിൽ ആ അലർട്ടിനെ കാണേണ്ടതില്ല. അപ്പോൾ ഈ ജില്ലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തേണ്ടുന്ന സമയമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളെല്ലാം കരുതലോടെ ഇരിക്കേണ്ടുന്നതാണ് എന്നതിന്റെ സൂചനകൾ വരുന്നു. നാളെ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇതുവരെ ഉള്ള അറിയിപ്പ് പ്രകാരമുള്ളത്. 6-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിലെല്ലാം മഴ കനക്കും എന്നതിന്റെ സൂചനകളാണ് ഈ മുന്നറിയിപ്പുകളിൽ പറയുന്നത്. അത് ഏത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ വെള്ളക്കെട്ട് പോലും മാറിയിട്ടില്ല. പത്തനംതിട്ടയിലൊക്കെ അതിരൂക്ഷമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല വീടുകളും വെള്ളത്തിനടിയിലാണ്, താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളത്തിനടിയിലാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളക്കെട്ട് തുടരുന്നിടത്ത് അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴുള്ള സാഹചര്യം എന്താണ് എന്നതാണ് എല്ലാവരെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം ആശങ്കയല്ല, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രതയും മുന്നൊരുക്കങ്ങളുമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നീങ്ങുക എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. നദികളിൽ ഇറങ്ങുന്നതും രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലൂടെയുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്കുള്ള പൊതു നിർദ്ദേശങ്ങളിലേക്ക് തന്നെ നമുക്ക് ഒന്ന് നോക്കാം. ഇത് കൃത്യമായും ആളുകൾ മനസ്സിരുത്തി ചെയ്യേണ്ടതാണ്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ ഇതിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം. അതിന് ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. മഴ പെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ മഴയില്ലല്ലോ എന്നൊന്നും കരുതി ഒരു അലംഭാവം അക്കാര്യത്തിൽ ഉണ്ടാകരുത്. സുരക്ഷിതമായ ഇടത്തേക്ക് വളരെ വേഗം തന്നെ മാറുക എന്നതാണ് ചെയ്യാനുള്ളത്. സ്ഥിരമായ വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തി അലർട്ടുകളും മുന്നറിയിപ്പുകളും വിലയിരുത്തിക്കൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കണം. പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ ബന്ധുവീടുകളിലേക്കോ മാറി താമസിക്കേണ്ടതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചിറപ്പ് ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരുമൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നതും നിർദ്ദേശിക്കുന്നു. ഒപ്പം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ അത് അധികൃതരെ അറിയിക്കുകയും അതിന് വേണ്ടുന്ന
അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തേണ്ടതുമാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ഒഴിവാക്കാനുള്ള ഇടപെടൽ നടത്തണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വിനോദത്തിനോ വേണ്ടി ഇറങ്ങാൻ പാടുള്ളതല്ല. ആ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കേണ്ടതാണ്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദ യാത്രകളും ഒപ്പം തന്നെ അത്യാവശ്യമില്ലാതെ നടത്തുന്ന യാത്രകളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത്. ജലാശയത്തോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിൽ ജാഗ്രത പാലിക്കണം. മഴ പെയ്ത് കിടക്കുമ്പോൾ സാധാരണ റോഡുകളിലൂടെ പോകുമ്പോൾ സ്പീഡ് കുറച്ച് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാൻ ഉള്ള ജാഗ്രതയുണ്ടാകണം. അങ്ങനെ സംസ്ഥാനത്ത് എല്ലാവർക്കും ഉള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് നമുക്ക് എല്ലാ കാലങ്ങളിലും മഴ ശക്തമാകുന്ന കാലങ്ങളിൽ ലഭിക്കുന്ന മുന്നറിയിപ്പുകളാണ്. അത് കൃത്യമായും പാലിക്കാൻ ശ്രമിക്കുക. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ കടലാക്രമണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളിൽ ആ മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മാറി താമസിക്കണം. ക്യാമ്പുകളിലേക്കും മറ്റും മാറാൻ നിർദ്ദേശിച്ചിട്ടുള്ളവർ മാറി താമസിക്കുക തന്നെ വേണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമാക്കി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കാരണം നിർദ്ദേശം ഏത് നിമിഷവും മാറി താമസിക്കുകയോ ക്യാമ്പിലേക്ക് മാറാനോ ഒക്കെയുള്ള നിർദ്ദേശം വരുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ എടുക്കേണ്ട കയ്യിൽ കരുതേണ്ടുന്ന അവശ്യ വസ്തുക്കൾ, അതായത് ഈ സർട്ടിഫിക്കറ്റുകളും മറ്റും ഒക്കെ എടുത്ത് തയ്യാറാക്കി അങ്ങനെ ഒരു കിറ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. അത് ഉപകാരപ്പെടും. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അത്യാവശ്യത്തിന് സഞ്ചരിക്കുന്നവരാണ് എങ്കിൽ അവർ പകൽ തന്നെ ആ യാത്ര നടത്താൻ ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ കരുതൽ വേണം. വെള്ളക്കെട്ടിൽ ഇറങ്ങരുത്. രാവിലെയൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ സുരക്ഷയെ കരുതി ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങളൊക്കെ അധികൃതർ തരുന്നത് പാലിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ടുന്ന ഇടം. പത്തനംതിട്ടയിലെ പ്രളയബാധിത മേഖലയിൽ ഇന്ന് മുഖ്യമന്ത്രി എത്തിയിരുന്നു. മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലും അദ്ദേഹം എത്തി. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി ഉണ്ടാകും എന്നതാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയ്ക്കായിരിക്കും ഏറ്റവും മുൻഗണന നൽകുക എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം സംസ്ഥാനത്തിനുണ്ടാകും എന്നതും അദ്ദേഹം സൂചിപ്പിച്ചു. ആദ്യ പ്രോജക്റ്റ് പത്തനംതിട്ടയിലായിരിക്കുമെന്ന് പറയുന്നു. മറ്റ് ഏജൻസികൾ ചേർത്തുള്ള മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത നിവാരണ സംവിധാനം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകും എന്നതാണ് മുഖ്യമന്ത്രിയുടെ ജനങ്ങൾക്കുള്ള ഉറപ്പ്. കോളഞ്ചേരിയിൽ മഴക്കെടുതി അവലോകന യോഗം ചേർന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ഉള്ള പ്രശ്നം ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാണ്. ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സും ഉണ്ടാകുന്നു. റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200 മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ളൊരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.